മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ഓജസ്സിനും അതുപോലെ തന്നെ സംരക്ഷണത്തിനും നൽകപ്പെട്ടിട്ടുള്ളതാണ് രത്നങ്ങൾ. ഈ രത്നങ്ങൾ നമുക്ക് അനുയോജ്യമായത് കണ്ടെത്തി ഉപയോഗിക്കുമ്പോഴാണ് അത് ഉപകാരപ്രദമാകുന്നത്. രത്നങ്ങളെക്കുറിച്ച് കൂടുതലറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് സുസ്വാഗതം. നമസ്കാരം. നമ്മൾ രത്നശാസ്ത്രയിൽ രത്നങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. കേട്ടുകേഴ്വി കുറവുള്ള രത്നങ്ങൾ പരിചയപ്പെടുത്തി. കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു രത്നത്തെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് പറഞ്ഞൊരു കാര്യമായിരുന്നു. ഇപ്പം ഈ ദുരൈൻ നജഫ് അല്ലെങ്കിൽ മൊഹീൻ നജഫ് എന്ന രത്നം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ചാർട്ട് അനലൈസ് ചെയ്യാം. ചില രത്നങ്ങൾ സാധാരണ നമുക്ക് മറ്റ് രത്നങ്ങളെ പോലെ നമ്മളെ ബർത്ത് ചാർട്ടൊന്നും അതൊക്കെ ഉപയോഗിക്കാവുന്ന രത്നങ്ങളും ഉണ്ട്. ഇത് കൂടുതലും നമുക്ക് അത് കൂടുതലും ഹക്കീക്കത്ത് സ്റ്റോൺസ് എന്ന് പറയും. സുലൈമാനി ഹക്കീക്ക് ഇങ്ങനെ വരുന്ന രത്നങ്ങൾ, അതുപോലെ തന്നെ ഈ മൊഹീൻ നജാഫ് പോലുള്ള രത്നങ്ങൾ, ടർക്കോയിസ് പോലുള്ള രത്നങ്ങൾ, അങ്ങനെയുള്ള രത്നങ്ങൾക്ക് നമുക്ക് ഭംഗിയായിട്ട് തന്നെ ധരിക്കാം. മൊഹീൻ നജാഫൊക്കെ ഒരു ശ്രേഷ്ഠ രത്നമായിട്ട് കണ്ട് ധരിക്കുന്നത്, വളരെ വിശ്വാസത്തോടു കൂടി ധരിക്കുന്ന ഒരു രത്നമാണത്. മനസ്സിലായില്ലേ? നമുക്കൊരു ഒരു പ്രൊട്ടക്ഷനൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ആ രത്നത്തെ നമ്മൾ കാണുന്നത്, അതായിരിക്കും അതിൻ്റെ റിസൾട്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഫാൻസി ആയിട്ടാണ് നമ്മൾ കരുതുന്നത്, ഫാൻസി ആയിട്ട് അങ്ങനെ നിൽക്കും. എന്ത് കാര്യം അങ്ങനെയാണല്ലോ. നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. ഒരു മെഡിസിൻ പോലും ആ ഒരു എഫക്റ്റാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പം ഹാർഡ്നെസ് കൂടിയതും സ്ട്രെങ്ത് ഉള്ളതായിട്ടുള്ള രത്നങ്ങളുണ്ട്. ഇപ്പോൾ കോറൽസിന് ഹാർഡ്നെസ് കുറവാണ്, പക്ഷേ കോറൽസ് കാൽഷ്യം കാർബണേറ്റ് ആണ് കംപ്ലീറ്റ്. സ്ട്രെങ്ത് മാഴ്സ് എന്ന് പറയുന്ന പ്ലാനറ്റുമായിട്ട് ബന്ധമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ആൾക്ക് അതിനകത്ത് ആര് ധരിച്ചാലും അതിന് ഐദർ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് വരും. അതിനകത്ത് ബ്ലൂ സഫയർ, ഡയമണ്ട്സ്, ഇതൊക്കെ ഉപയോഗിക്കുമ്പം അത് ഉപയോഗിക്കേണ്ടതിനൊരു രീതിയുണ്ട്. ആർക്ക് ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു അത് പണ്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ രീതി ഫോളോ ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അല്ല അത് ഭംഗിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് കണ്ടാലും പൈസ കയ്യിലിരിപ്പുണ്ട് എന്നാൽ 2 രക്തം മേടിച്ചിട്ടേക്കാം, ഡയമണ്ട് കൂട്ടി ഇട്ടേക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് വെളുക്കാൻ തേച്ചത് വേണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. ചിലപ്പോൾ ഒരു നെഗറ്റീവ് അനുഭവമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ആ സ്ഥിതിക്ക് നമ്മൾ ഓരോ രത്നത്തെയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് അനുയോജ്യമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിന് ശേഷം വേണം നമുക്കത് ഉപയോഗിക്കാൻ. പിന്നീട് അതിൻ്റെ നമുക്ക് നമ്മൾ ഒരു രത്നം നമ്മൾ വാങ്ങി ധരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ രത്നത്തിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. സോഫ്റ്റ് സ്റ്റോൺസ് പെട്ടെന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പെട്ടെന്നത് നശിച്ചു പോകും, ആ കല്ല്. മനസ്സിലായല്ലേ? ഇപ്പോൾ ഓപ്പൽസൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ധരിക്കേണ്ട ഒരു രത്നമാണ്. ഓപ്പൽസ് നമ്മൾ വളരെ കെമിക്കൽസും അതും ഇതും കണ്ടമാനം ഉപയോഗിക്കുകയും കിച്ചണിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ടുള്ള ഫയറൊക്കെ ഇതിലടിക്കുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് പോകും. വെള്ളം അബ്സോർവ് ചെയ്യുന്ന കുറേ കല്ലുകളുണ്ട്. നമ്മളൊരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയുള്ള സോഫ്റ്റ് സ്റ്റോണുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റോൺസ്, ജലാംശമുള്ള കല്ലുകൾക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസസും കൂടുതലാണ്. അത് വെള്ളം അബ്സോർവ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഉപ്പലൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് വെള്ളം ഗ്രാജുവലി അത് വലിച്ചെടുത്ത് കഴിയുമ്പം അതിൻ്റെ ലെസ്റ്ററെല്ലാം പോവും, അതിൻ്റെ കളറെല്ലാം പോകും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു രക്തം വാങ്ങുമ്പം ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് വാങ്ങുമ്പം അതിനകത്ത് പ്രധാനമായിട്ടും അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇതെങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ബോക്സിനകത്ത് ഒരു എമറാൾഡിൻ്റെ റിങ്ങും ഒരു നവരത്നത്തിൻ്റെ സ്റ്റഡും ഒരുമിച്ച് വെച്ചിരിക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ട്രാവലിങ് കഴിഞ്ഞ് നോക്കുമ്പം എമറാൾഡിൽ ക്രാക്ക് വീണിരിക്കുന്നതാണ്. കാരണം ഡയമണ്ട് പോയി അതിൽ ഉരഞ്ഞ് അതിന് ക്രാക്ക് വീഴും. ഡയമണ്ട് നല്ല ഹാർഡ്നെസ് ഉണ്ട്, ഡയമണ്ടിന് ഒരിക്കലും ക്രാക്ക് വീഴത്തില്ല. കൂടെ നിൽക്കുന്ന ഏത് കല്ലുകളാണോ അത് പോയി പെട്ടെന്ന് തന്നെ അത് ഈ പറയുന്ന ഒരു ഡാമേജസ് വരും, സ്ക്രാച്ച് വീഴും പെട്ടെന്ന്. അപ്പം നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ രണ്ടും, ഇപ്പം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കളറെടുക്കാനൊക്കെ പോയ 2 കല്ലുകളും നമ്മൾ 2ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ
അത് പ്രത്യേക പേപ്പറിൽ പൊതിഞ്ഞാണ് കൊടുത്തു വിടുന്നത്. ഒരുമിച്ച് ഒരിക്കലും വെക്കാൻ പാടില്ല. അതായത് രത്നങ്ങളാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും ഓരോ രത്നത്തിലെയും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യസ്തത. അതുകൊണ്ട് ഞാൻ ധരിക്കുന്ന കല്ലിന് എന്താണ് അതിൻ്റെ ഒരു കാഠിന്യമുള്ള രത്നമാണോ, റഫായിട്ട് ഉപയോഗിക്കാവുന്ന രത്നമാണോ എന്നൊക്കെ നമ്മൾ സാമാന്യം നമ്മൾ മനസ്സിലാക്കി ഇരിക്കണത്. ശേഷമാണ് ആ ഒരു യൂസ്. നമ്മളെ ഷോപ്പിലെല്ലാം നമ്മൾ പറഞ്ഞ് കൊടുത്താൽ വിടുന്നത്. എങ്കിൽ പോലും ആൾക്കാരത് മറന്നു പോകും പിന്നീട് ഉപയോഗത്തിൽ. ചില കല്ലുകൾക്ക് സ്ക്രാച്ച് വീഴുന്ന കല്ലുകളുണ്ട്, മനസ്സിലായല്ലേ? ഇപ്പം നമുക്ക് ഇപ്പം പുഷ്യരാഗ കല്ലുകളുമൊക്കെ നമ്മൾ ഉപയോഗത്തിൽ എപ്പോഴും ചിലപ്പോൾ സ്ക്രാച്ചസ് വീഴാം. അങ്ങനെ വെറുതെ ഒരു സ്ക്രാച്ച് വീണത് കൊണ്ടും അതുകൊണ്ട് നമുക്ക് ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമോ ഒന്നുമില്ല. കാരണം ഇത് വലിയ രത്നദളങ്ങൾ പൊട്ടിച്ച് സ്ക്രാച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് ആണ് ഇത് നമ്മളുടെ മുന്നിലെത്തുന്നത്. ഇതിന് മുന്നേ അതൊരു വെറും ഒരു കല്ല്, നമ്മൾ അങ്ങനെ ഒരു കല്ല് വഴി കടന്നാൽ പോലും നമ്മൾ ചിലപ്പം കയറിയതില്ല എന്ന് വരും. അങ്ങനത്തെ കല്ലാണ് ഇത് മൈൻ ചെയ്ത് രത്നദളം എന്നാണ് പറയുന്നത്. രത്നദളങ്ങൾ, റഫ് സ്റ്റോൺസ് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് തന്നെ പോളിഷ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ആ ഒരു തിളക്കവും ഭംഗിയൊക്കെ അതിന് ഉണ്ടാകുന്നു. ചില കല്ലുകൾക്ക് സ്ക്രാച്ച് വീഴത്തില്ല, ചില കല്ലുകൾക്ക് സ്ക്രാച്ച് വീഴാം, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ചില കല്ലുകൾ ഇടുമ്പോൾ തേഞ്ഞു പോവും, മനസ്സിലായല്ലേ? വേർപ്പുകൊണ്ട് തേഞ്ഞു പോവും. അങ്ങനെ പല ഓരോ രത്നങ്ങളുടെയും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്, അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ടല്ലേ. അപ്പം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബോക്സിൽ തന്നെ ഒന്നിച്ച് സൂക്ഷിക്കാൻ പാടില്ലാത്ത രത്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഉപയോഗത്തിൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം ഈ രത്നങ്ങൾ, എല്ലാ രത്നങ്ങളും വ്യത്യസ്തമാണ്. അതിൻ്റെ മിനറൽ കണ്ടൻ്റ് ആണെങ്കിലും അതിൻ്റെ കാഠിന്യമാണെങ്കിലും ഒക്കെ വ്യത്യസ്തമാണ്. ഇതേപോലെ തന്നെയാണ് ഓരോ രത്നങ്ങൾക്കും ഓരോ ആൾക്കാർക്കും സൂട്ടബിൾ ആണോ എന്നുള്ളത് നോക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ചില രത്നങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാതെ തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഈ ചിലപ്പം ചില ചാർട്ടുകൾ നോക്കിയാൽ പോലും, അല്ലെങ്കിൽ ചില ചാർട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോണും ഇവർക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രത്യേക ചാർട്ടിൻ്റെ ഒരു പ്രത്യേകതകൾ കൊണ്ട് ഒന്നും പറ്റാത്തതായിട്ടുള്ള അങ്ങനെയുള്ള ചാർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോ റെയറായിട്ടുള്ളത്. പ്ലാനറ്ററി പൊസിഷൻസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഇപ്പം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻസ് ഉണ്ട്. പ്ലാനറ്റ് അല്ല, പൊസിഷൻസ്. ഒരു ഫസ്റ്റ് ഹൗസ്, 9th ഹൗസ്, 5th ഹൗസ്, 11th ഹൗസ്, 10th ഹൗസ് ഒക്കെ നമുക്ക് ഫേവറബിളായിട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻസാണ്. നേരെ മറിച്ച് 6th, 8th, 12th ഒക്കെ റോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. അതിനകത്തൊക്കെ കൂടുതൽ പ്ലാനറ്റ്സ് നിൽക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോൺസ് മാച്ചിങ് ആണോ ആകാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്കിത് അനുയോജ്യമാകുന്നത്, ഓരോ പ്ലാനറ്ററി പൊസിഷൻസാണ്. അത് നമുക്ക് അനുയോജ്യമാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രത്നങ്ങളും മാച്ച് ആവാത്ത അല്ലെങ്കിൽ സൂട്ടബിൾ ആകാത്ത വ്യക്തികളും അല്ലെങ്കിൽ ചാർട്ടുകളും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കോമൺ ആയിട്ട് ആ ഒരു പൊസിഷൻസിൽ ഇന്ന ഹൗസസിലെയുള്ള പൊസിഷൻസൊക്കെ നമ്മൾ പറയുകയുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ, ഇപ്പോൾ ഒരു രത്നങ്ങളും മാച്ചാകാത്ത സാഹചര്യങ്ങളൊക്കെ വരാറുണ്ടല്ലേ? ഉണ്ട്. വളരെ റെയർ കേസാണ്. ഒരു രത്നമെങ്കിലും മാച്ചിങ് ആകുന്ന അതാണ് കൂടുതൽ. സപ്പോർട്ടീവായിട്ടുള്ള മറ്റ് ഇതില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും മാച്ച് ചെയ്യുന്ന ഒന്നുമില്ലാത്ത ചാർട്ടുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കല്ല് രത്നം ഇടാനായിട്ട് ആഗ്രഹത്തിൽ വന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സോഫ്റ്റ് സ്റ്റോൺസ് ഒരു സൈക്കോളജിക്കലി അവർക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വലിയൊരു അനലൈസ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി. ചെറിയ ടർക്കോയ്സ് ഇപ്പം ഈ പറഞ്ഞ പിന്നെ നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റോൺ മാച്ച് ആകുന്നില്ല, എന്നാൽ അവരുടെ ഒരു ഫിസിക്കലി അവരുടെ ബോഡി ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേർപ്പ് ശരീരം,
ഓക്കെ. ഏത് തണുപ്പത്തും AC ഇട്ടിരിക്കേണ്ട ഒരു സ്ഥിതി, അല്ലെങ്കിൽ തണുപ്പ് ആണ് താല്പര്യം, തണുപ്പാണ് ശരീരത്തിന് എപ്പോഴും വേണ്ടത്. ഒരു അബ്നോർമലായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാവുന്ന സ്റ്റോണ് ഒരു അക്വാമറൈൻ എന്ന് പറയുന്ന സ്റ്റോണ്. ഓക്കെ. അത് അക്വാ മീൻസ് വാട്ടർ എന്നാണ് അർത്ഥം. മറൈൻ എന്ന് പറഞ്ഞാൽ അത് സമുദ്രമായിട്ട് കണക്റ്റഡ് ആണ്, വാട്ടർ എലമെൻ്റ് ആണ് കല്ല്. അപ്പോൾ അത് നമുക്ക് ബോഡിയിൽ കൊടുത്താൽ അത് തീർച്ചയായിട്ടും അതിനൊരു ഒരു കൂളൻ്റ് പോലെ ബോഡിയിൽ, നമ്മൾ വണ്ടിക്കകത്ത് കൂളൻ്റ് ഒഴിക്കുന്ന ഒരു പ്രതീതി ബോഡിയിലുണ്ടാവും. നമുക്ക് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രത്നങ്ങളുണ്ട്. കാണുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി മാത്രമല്ലല്ലോ ഇതിന്, അതിനകത്ത് ഒരുപാട് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പല രത്നങ്ങൾക്കും പലതരത്തിലുള്ള ഹീലിംഗ് പവറുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ അക്വാമറൈൻ പോലുള്ള കല്ലുകൾ എന്ന് പറയുന്നത് ബോഡിയുടെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യിക്കുന്ന ഒരു രത്നമാണത്. അതിനകത്തുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ മിനറൽസൊക്കെ അത് തീർച്ചയായിട്ടും അത് ബോഡിയിൽ അങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ, കാരണം നമ്മുടെ ആയുർവേദത്തിൽ എന്തോ പറയുന്നത്, ആയുർവേദത്തിലും നമുക്ക് ആ വാതപിത്തം പോലെ തന്നെ ചൂടും തണുപ്പും എല്ലാം നമുക്കിപ്പോൾ ചൂടധികം ബോഡിയിലായാലും തണുപ്പധികം ബോഡിയിലായാലും അത് അസുഖത്തിലേക്ക് പോകും. അപ്പോൾ ഇതിനിടയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ വക രത്നങ്ങൾ. ഇതെല്ലാം പ്രകൃതി നമുക്ക് തന്നിരിക്കുവാണ്. നമുക്കൊരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ തൊട്ടിപ്പറയാനുള്ള മരുന്നും ഉണ്ട്. പണ്ട് ആ പറമ്പിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മഞ്ഞപ്പിത്തം ഉണ്ടായാൽ കിഴുകാനലി എന്ന് പറയുന്ന ഒരു ചെടി, പച്ചമരുന്ന് ആ പറമ്പിലുണ്ടാവും. ഇപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ പറമ്പില്ല, വല്ല ഫ്ലാറ്റുകളും സമുച്ചയങ്ങളും വന്നും എല്ലാം പോയി, നമ്മൾ തന്നെ ഇല്ലാതാക്കിയപ്പോൾ. ഇതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. എല്ലാത്തിനും ഒരു പ്രോബ്ലം ഉണ്ട്, ഇപ്പം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ആണ് രത്നങ്ങൾ. ഇങ്ങനെ നമുക്ക് ബോഡി, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ചാർട്ട് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ ഒരു നേച്ചർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇത് കൊടുക്കാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ഇപ്പോൾ ഒരു പ്ലാനറ്ററി പോർഷനും മാച്ച് അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് കൂടുതലായിരിക്കും അവർക്ക്. മെൻ്റലി ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് റെക്കഗ്നിഷൻ കാണത്തില്ല. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും അറിയപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു റിസൾട്ട് നല്ലോണം ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മുതലാളി ഇത് കാണുന്നില്ല. ഞാൻ എങ്ങനെ ഇദ്ദേഹത്തെ ഒന്നും ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് സ്ട്രെസ്സാണ്, നമുക്ക് സ്ട്രെസ്സ് കൊണ്ടുവരിക. അപ്പോൾ സ്ട്രെസ്സ് റിലാക്സേഷനുള്ള ജെം സ്റ്റോൺസ് ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ഹീലിംഗ് സ്റ്റോൺസ് ഉണ്ട്. ഈ ഹീലിംഗ് സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞത്, ഹീലിംഗ് സ്റ്റോൺസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറാപ്പീസൊക്കെ ഇപ്പം വളരെ കോമൺ ആയിട്ട് ഈ ബാൻഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ജെം തെറാപ്പി തന്നെ ഉണ്ടല്ലോ. മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞ പോലെ തന്നെ ജെം തെറാപ്പി. കാരണം ഇതിനകത്തെല്ലാം വെറും കല്ലുകളല്ലല്ലോ ഇതിനകത്ത്. കല്ലുകളിനകത്തെല്ലാം മിനറലുകളും ധാരാളം. ഇപ്പോൾ ഇന്ദ്രനീലത്തിൻ്റെ കല്ലെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ടൈറ്റാനിയം അയണോക്സൈഡും ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ്, അതുപോലെ തന്നെ റൂബിയിലൊക്കെ ആ കുറമ്പ മിനറലൊക്കെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കും, റെഡ് എനർജി നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരും. മനസ്സിലായത്? അതുകൊണ്ടാണ് ഈ സ്റ്റോണിനെ പറ്റിയുള്ള തെറാപ്പികളും സ്റ്റോണിൻ്റെ ഭസ്മങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? നമ്മുടെ ബുക്കിലൊക്കെ അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രസരത്ന സമുച്ചയം, വാഗ്ഭടൻ 13th സെഞ്ച്വറിയിൽ എഴുതിയ ബുക്കിനകത്ത് തന്നെ രത്നങ്ങളുടെ വിവിധ രത്നങ്ങൾ ഭസ്മരൂപത്തിൽ പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് ഇടിച്ച് ഭസ്മം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനൊരു പ്രോസസ്സിങ് ഉണ്ട്. കാരണം ഈ രത്നങ്ങൾ പൊടിക്കാൻ പ്രോസസ്സിങ്ങിൽ കൂടെ അത് പോയിസണായിട്ടാണ് മാറുന്നത്. അത് മനസ്സിലായില്ലേ? സ്ഫുടം ചെയ്തെടുക്കണം. എനിക്കൊന്ന് അത് ഭയങ്കര ഒരു പ്രോസസ്സായിരിക്കും അല്ലേ? നവഭാഷാണ ശില എന്ന് പഴനിയിലുള്ള നവഭാഷാണ, പഴനിയിലെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? നവഭാഷാണ ശിലയാണത്. ഹോഗർ മഹർഷി അനേകം വിഷത്തിൽ നിന്ന് അത് 9 നവഭാഷാണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതാണ് ആ പ്രതിഷ്ഠ. അതുകൊണ്ടാണ് അവിടെ പഞ്ചാമൃതം പോലുള്ള അഭിഷേകങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. പഴനി പോയ പഞ്ചാമൃതം എന്നല്ല പറയുന്നത്. പിന്നെ അഭിഷേകത്തിന് മെഡിസിനൽ വാല്യൂ ഉണ്ട്. അപ്പോൾ പവളഭസ്മം എന്ന് പറഞ്ഞാൽ പവിഴത്തിൻ്റെ ഭസ്മമാണ്. ഭസ്മം പിടിച്ചുകൊണ്ട് വലിയ കമ്പനികളാണ് ചെയ്യുന്നത് കേട്ടോ. പ്രത്യേക രീതിയിൽ പലതരത്തിലുള്ള പ്രോസസ്സിങ് കൂടെയാണ് അവസാനം അത് മൈന്യൂട്ടായിട്ടുള്ള ഭസ്മത്തിലേക്ക് വരുന്നത്. വജ്രഭസ്മം, പവളഭസ്മം.
അതൊക്കെ ഇപ്പോൾ എനിക്കൊന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ അതെല്ലാം? അവൈലബിളാണ്. നമ്മളിപ്പോൾ ഗൂഗിളിൽ കയറി നോക്കിയാൽ മതി. രത്നങ്ങളുടെ ഇൻ ഡിഫറൻസ് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് എന്ന് എഴുതിയാൽ, അല്ലെങ്കിൽ ഡയമണ്ട് ഭസ്മം എന്ന് എഴുതിയാൽ അപ്പോൾ വരും അത്. വജ്രഭസ്മം എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്തെല്ലാം മെഡിസിനൽ വാല്യൂ ഉണ്ട്. ഇതുകൊണ്ടാണ് ഒരാൾക്കൊരു രത്നം കൊടുക്കുമ്പോൾ അയാൾക്ക് അത് അനുയോജ്യമാണോ എന്ന് നോക്കിയിട്ട് ഇത് കൊടുക്കാവുള്ളൂ. അതാണ് ജെമോളജിയിൽ അതല്ലേ പറയുന്നത്. ജെമോളജിയിൽ നമ്മൾ ബർത്ത് ടൈം അനുസരിച്ചുള്ള പ്ലാനറ്ററി പൊസിഷൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ രത്നം കൊടുക്കാവുള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന രത്നം അയാൾക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം. അല്ല കാലാകാലങ്ങളിൽ ഇങ്ങനെ മാറി മാറി കല്ലെന്ന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ടായിരിക്കും അത് ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ആളുടെ ടൈം ഒക്കെ വെച്ചിട്ടാണ്. ശരിക്കും ഒരു മൾട്ടി വൈറ്റമിൻ വർക്ക് ചെയ്യുന്ന പോലെയാണ് രത്നങ്ങൾ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ അത് നമ്മളെ പുഷ് ചെയ്ത് ഇൻട്രോവേർട്ടൊക്കെ ആയിട്ടുള്ള പിള്ളേരെയൊക്കെ പുഷ് ചെയ്ത് നമുക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ചില രത്നങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് രത്നങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും ഇപ്പം ഇപ്പം രത്നങ്ങളെക്കുറിച്ച് ഒരു സബ്ജക്റ്റ് തന്നെ ആയിട്ടുണ്ടല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജെമോളജി ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ IGA പോലുള്ള സ്ഥാപനങ്ങൾ ജെമോളജി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിൽ പലതരത്തിലുള്ള ഗ്രേഡിങ്, സോർട്ടിങ്, ഡയമണ്ട് സോർട്ടിങ്, പേൾ സോർട്ടിങ്, സ്ട്രിങ് എന്നതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെറും ഒരു ഗ്ലാസിൻ്റെ സംഗതിയല്ല. ഒരു ഗ്ലാസ് കൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്ന സംഭവമല്ലത്. അത് ഭൂമിയിൽ അനേകം മിനറൽസോടുകൂടി ആണ് ഉരുത്തിരിയാൻ. ഒരു രത്നം ഭൂമിക്കടിയിൽ വിളഞ്ഞുണ്ടാകുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഹീറ്റും പ്രഷറും ധാതുക്കളും കൂടെ ചേർന്ന് കഴിയുമ്പം അതൊരു രത്നമായിട്ട് മാറുക. നാച്ചുറലായിട്ടുള്ള കളറാണ് വരുന്നത്, നാച്ചുറലായിട്ടുള്ള കണ്ടൻസാണ് വരുന്നത്. ഇപ്പോൾ ടൈറ്റാനിയവും അയൺ ഓക്സൈഡും ഒക്കെ നാച്ചുറലാണ്, അല്ലാതെ കെമിക്കലല്ല. അത് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത്. അത് ഉപയോഗത്തിൽ വളരെ അനുയോജ്യമാണോ നോക്കിയിട്ട് ശേഷം മാത്രം ചെയ്യണം. ധരിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിവരം നമുക്കൊരു ബ്രേക്കിന് ശേഷം പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഒരു രത്നം ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം സൂക്ഷ്മതയോടെ വേണമെന്നുള്ള ഒരു കാര്യം. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന മിനറൽ കണ്ടൻസ് ആ ഒരു ഭൂമിയിൽ വിളഞ്ഞുണ്ടാകുന്ന ഒരു കാര്യമാണ് രത്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അനുയോജ്യമാണോ അല്ലയോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഒരു ബോഡി ഹീറ്റ് നന്നായിട്ടുള്ള ഒരാൾക്ക് ആ ബോഡി ഹീറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള രത്നം പ്രകൃതി തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ തണുപ്പിനെ അതിജീവിക്കാനായിട്ടുള്ള രത്നങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ കണ്ടറിഞ്ഞ് പച്ചമരുന്നുകൾ ധാരാളം ഉണ്ടല്ലോ. എല്ലാ അസുഖത്തിനും പണ്ട് പച്ചമരുന്നുകളായിരുന്നു. അതിന് അളവും തൂക്കമുണ്ട്. അതിനാണല്ലോ ഒരു വൈദ്യൻ, എക്സ്പേർട്ടായുള്ള ഒരു വൈദ്യനല്ലേ അത് പറ്റുള്ളൂ. സാധാരണ നമുക്ക് അറിയാൻ മേലും ഇത് എന്തോ ഇടിച്ച് പിഴിഞ്ഞിട്ട് ഇത് കഴിക്കണം, അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. അതിലെല്ലാം തൂക്കവും അളവുണ്ട്. അത് എന്തിനകത്ത് പാല് കഴിക്കണോ തേനിൽ കഴിക്കണോ, ഇതെല്ലാം കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും ഉണ്ട്. തന്നെയല്ല, പണ്ടത്തെ നല്ല വൈദ്യന്മാർ അവർ ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ മരുന്നുകൾ കൊടുത്തിരുന്നു. കാരണം അവർക്ക് മനസ്സിലാവും ചാർട്ട് ചെക്ക് ചെയ്താൽ ഈ ബൈ ബർത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് അവർ വിശദീകരിക്കും. നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങൾ ബൈ ബർത്തിലുണ്ട്, ഇതിന് ഫുൾ ക്യൂർ ഉണ്ടാവില്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള മരുന്നുകളുണ്ട്. അതേപോലെ തന്നെ അതിനുള്ള ഡയറ്റുകളുണ്ട്, അതിനുള്ള എക്സസൈസുകളുണ്ട്. ഇതെല്ലാം ചെയ്യണമെന്നുള്ള ഇൻഫർമേഷനാണ് ഒരു നല്ല വൈദ്യൻ കൊടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു കൺസൾട്ട് ചെയ്തു, അദ്ദേഹം ഒരു മരുന്നെടുത്ത് തന്നു, അത് കഴിച്ചിട്ട് വീണ്ടും ഇത് വരുവാണെങ്കിൽ നമ്മൾ വൈദ്യനേലേ വഴിയുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് ഇത് കഴിച്ചാൽ കൺട്രോളാകണം. പക്ഷെ നിങ്ങളിങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ഐസിട്ട് നാരങ്ങ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ അസുഖം വീണ്ടും കൂടും. അല്ല പുളിയുള്ള വസ്തുക്കൾ നിങ്ങൾ കൂടുതൽ കഴിക്കരുത്. ഇതൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് രത്നങ്ങളും വിളഞ്ഞ ഭൂമിക്കടിയിൽ ഉണ്ടാവും ആ മനുഷ്യന് വേണ്ടിയിട്ട്. ഇത് കൃത്യമായ പഠനമാണ് നമുക്കിതിൻ്റെ ആവശ്യം. അപ്പം ഈ രത്നം പല രത്നങ്ങളും ഉണ്ട്.
അതിന് പല പ്രത്യേകതകളും ഒക്കെയുണ്ട്. പക്ഷേ നമ്മളിത് എനിക്കത് അനുയോജ്യമാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ബർത്ത് ചാർട്ടാണ്. ബർത്ത് ചാർട്ടിൽ ആ ഗ്രഹങ്ങളുടെ പൊസിഷൻസ്, അതിൻ്റെ വെയിറ്റേജ് മനസ്സിലായല്ലേ, അതിൻ്റെ അതുപോലെ തന്നെ കൺജക്ഷൻസ്, ദശാകാലങ്ങൾ ഒക്കെ നമ്മൾ ഇതിനകത്ത് നിന്ന് കൺസിഡർ ചെയ്യും. ഏജ്, പർട്ടിക്കുലർ ഏജ് കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുതലാണോ തണുപ്പാണോ ഒരാൾക്ക് എന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒരു എക്സാമിനേഷൻ നടത്തിയതിന് ശേഷമാണ് രക്തത്തിലേക്ക് പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ അനുയോജ്യമായി കഴിഞ്ഞാലും ആ രക്തം എത്ര അളവിൽ എത്ര തൂക്കത്തിലൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് പോകാൻ പാടുള്ളൂ. അതെ, അളവും തൂക്കവും അതിനകത്ത് പ്രാധാന്യമുണ്ട്. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഇതിനെ രത്നങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ അടുത്ത് നിന്ന് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉപയോഗത്തിലേക്ക് പോകുന്നതാണ് എപ്പോഴും ഒരു സേഫർ സൈഡ് അല്ലേ. അതെ, നമ്മുടെ രത്നശാസ്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ബുക്കിനകത്ത് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല, കുറേ കാര്യങ്ങൾ നമ്മളതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതായിട്ട് രത്നങ്ങൾ. കാരണം നമ്മളെ 10-28 വർഷത്തെ എക്സ്പീരിയൻസ്, ഈ ബുക്ക് എഴുതാൻ 5 കൊല്ലം എടുത്തു, 100 പേജ് എഴുതാൻ, 100 പേജ് ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിയതുപോലെ നിർത്തി. കാരണം വെച്ചാൽ അത്രയും നമുക്ക് ഒരു കഥ എഴുതുന്ന പോലെ എഴുതാൻ പറ്റില്ലല്ലോ. ഇതൊന്നാമത് ഇതൊരു സയൻസാണ്, കെമിസ്ട്രിയാണ്, പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സൂക്ഷ്മം ഇത്രയും ടൈം എടുത്തു എഴുതാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ആ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ ഏകദേശം 1 വർഷക്കാലം അടുത്ത് വരുന്നു നമ്മളത് റിലീസ് ചെയ്തത്. ഷാർജയിൽ നമ്മൾ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണത് റിലീസ് ചെയ്തത്. അന്ന് മുതലുള്ള പല പ്രേക്ഷകരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മലയാളത്തിലാണ് ഈ പുസ്തകം റിലീസ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഇതൊന്ന് ഇംഗ്ലീഷിലേക്കും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഇതൊന്ന് വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ അതിൻ്റെ പണിപ്പുരയിലാണ്. ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇപ്രാവശ്യം തന്നെ ഷാർജ ബുക്ക് ഫെയർ തന്നെ അത് റിലീസ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. അറിയാൻ വയ്യ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ മലയാള പുസ്തകം എഴുതിയതിന് ശേഷം ഇപ്പം നമുക്ക് പല കാര്യങ്ങളും പല പോരായ്മകളും അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ ആഡ് ചെയ്യേണ്ടതായിരുന്നു, മനസ്സിലല്ലേ, ഇന്നത് നമുക്ക് കൊണ്ടുവരണമായിരുന്നു, അല്ലെ ഇന്ന കാര്യങ്ങൾ നമ്മളിപ്പം പല കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിനക്ക് ചിലപ്പോൾ വ്യത്യാസം വരും. ഇപ്പോൾ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സിനെ കുറിച്ച് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ലാബ് ഗ്രൗണ്ട് ഡയമണ്ട് വരുന്ന കാലഘട്ടത്തിൽ, ഇറങ്ങിയ കാലഘട്ടത്തിലാണ് ഞാൻ ആ ബുക്ക് എഴുതുന്നത്. ലാബ് ഗ്രൗണ്ട് ഡയമണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് ഒരു ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഫലപ്രാപ്തി നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് ലാബ് ഗ്രൗണ്ട് ഡയമണ്ടും മറ്റ് നാച്ചുറൽ ഡയമണ്ടും അതിനേക്കാളും വേണമെങ്കിൽ പവർഫുള്ളാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നമുക്ക്, അപ്പോൾ അത് നമുക്ക് ആ ബുക്കിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താം. പിന്നെ അതിനകത്ത് നമുക്ക് ലാബ് ഗ്രൗണ്ട് ഡയമണ്ടിന് റീസെയിൽ വാല്യൂ ഇല്ല എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ആ കാലത്ത്, ആ ഇടുന്ന കാലത്തെ കാര്യം ഈ പറയുന്നത്. അപ്പോൾ ഇപ്പം അത് നമ്മുടെ ഷോപ്പിലത് അതിന് 70%ഓ 65%ഓ പറ്റാ നമുക്കതിന് ബൈബാക്ക് ഉണ്ട്, മനസ്സിലായില്ലേ. അതായത് കാലങ്ങൾ ഇങ്ങനെ കഴിയും തോറും പല കാര്യങ്ങൾക്കും വരുന്ന അപ്ഡേറ്റുകളുണ്ട് അല്ലേ. അപ്ഡേറ്റിലുണ്ട്. അത് ഈ രത്നങ്ങളുടെ കാര്യത്തിലും കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. ആഡ് ഓൺ ചെയ്തിട്ട് അത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ വരുന്ന ബുക്ക് ഫെയറിൽ നമ്മുടെ കയ്യിലല്ലത്, നമുക്ക് അതിനകത്ത് പ്രവർത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് ഞാൻ ചോദിക്കാൻ കാരണം രത്നങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആധികാരികമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. കേരളത്തിലങ്ങനെ ബുക്ക് മലയാളത്തിലങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് ആയിരുന്നു. ഫോട്ടോസ് തന്നെ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്തു. പിന്നെ കല്ല് നമ്മൾ നേരിട്ട് കയ്യിലെടുത്ത് കാണുന്ന പോലെ തന്നെയാണ് ബുക്കിനകത്ത് ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ പ്രേക്ഷകർ അല്ലെങ്കിൽ പലരും നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം. നെക്സ്റ്റ് ഫെയറിൽ അത് മിക്കവാറും റിലീസ് ആകണം. അതിൻ്റെ ഒരു പണിപ്പുരയിലാണല്ലേ. അതെ. എനിക്ക് തോന്നും ഇത് ഈ ഒരു രത്നങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാൻ തന്നെ നമുക്ക് വളരെ പഠനവും വളരെയധികം വായനയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ ഇതൊരു പുസ്തകത്തിലേക്ക് മാറുമ്പം അതൊന്നുകൂടെ വർദ്ധിച്ചില്ലേ ആ ഒരു ജോലിഭാരം, അല്ലെങ്കിൽ ഇത് ഒരുപാട് കൂടുതലാണ്. പിന്നെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീകുമാർ കോട്ടയക്കാരനാണ്. പുള്ളി MG യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിൻ്റെ വിഭാഗം ആളാണ്. പിന്നെ ഒന്ന് എൻ്റെ മകളാണ്, അവളും ജേർണലിസ്റ്റ് ആയിരുന്നു, ഇംഗ്ലീഷിലാണ് അവൾക്കും. അവർ രണ്ടുപേരും കൂടെയാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് വരട്ടെ, ഇറങ്ങേണ്ടതിനൊരു സമയമുണ്ട്, ആ സമയത്ത് ഇറങ്ങും. പ്രാവശ്യം ഇറങ്ങണമെന്നാണ് മനസ്സിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ, അതിനുള്ള തയ്യാറെടുപ്പുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. ധാരാളം വിവരങ്ങളും വിശേഷങ്ങളും ഉണ്ടായിരുന്നു, പുതിയ അപ്ഡേറ്റുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.